ഹായ് രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഗോദീശ്വര അമ്പലത്തിലേക്ക് വന്നതാണ്. അപ്പം അമ്മച്ചൻ്റെ രണ്ടാമത്തെ ശാരദാണ്. അപ്പം ബലിയിടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് വന്നതാട്ടോ. എല്ലായിടത്തെയും പോലെ ബലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലിൽ അതൊഴുക്കി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാട്ടോ എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഗോദീശ്വര അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ വലിയ അമ്പലമൊക്കെ ആട്ടോ. അമ്മക്ക് തീരെ വയ്യ, എന്നിട്ടും അമ്മ പോകുന്നതാണ് ബലിയിടാൻ വേണ്ടിയിട്ട്. അമ്മച്ചന് കൊല്ലത്തിൽ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം ഇനി അതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നതാണ്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൻ്റെ തൊട്ടടുത്താട്ടോ അമ്പലം ഉള്ളത്. ഇവിടെ വന്ന് ബലിയിട്ട് കഴിഞ്ഞ സമയത്ത് എനിക്ക് പൂർണ്ണ തൃപ്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടുന്ന് ബലിയിടുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇവിടുന്ന് ചെയ്തപ്പം ഭയങ്കര ഒരു തൃപ്തി കിട്ടി. കാരണം എന്താ വെച്ചാൽ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് അത് പറയാനുള്ളൊരു ടൈം അവർ തരാറില്ല. സത്യത്തിൽ എന്തെങ്കിലും തെറ്റിച്ചൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. നമ്പൂതിരി നല്ല ടൈം എടുത്തിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കേട്ടോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തിലാണ് അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അപ്പം അത് ഇവിടെ ബലിയിടുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, അവർക്കത് ശാന്തി കിട്ടി എന്നൊക്കെ ഉള്ളൊരു സമാധാനം ഇവിടെ ബലിയിട്ടേരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മമ്മയും അമ്മച്ചനും പോയത് എനിക്ക് ഇന്നും തീരാ നഷ്ടം തന്നെയാണ് കേട്ടോ. അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. എത്ര നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാലും ചില സമയത്ത് നമ്മൾക്ക് കൈവിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ട്. ലാസ്റ്റ് തിലഹോമത്തിൻ്റെ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പം ചുറ്റും ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ കറുപ്പ് കുറിയാട്ടോ തിലകഹോമത്തിൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ. ഇതുവരെ ചെയ്ത ബലികർമ്മത്തിൽ എനിക്ക് ഏറ്റവും തൃപ്തിയായത് ഇവിടെ വന്ന് ബലിയിട്ടപ്പോഴാട്ടോ. ഇവിടെ ഈ ഒരു ഹാള് മാതിരി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കുറേ ആൾക്കാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ, ഇവരൊരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിന്ന് ചെയ്യാൻ പറ്റി. ഞങ്ങളെല്ലാവരും ചെയ്ത കർമ്മങ്ങൾ അമ്മച്ചനെ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ. ശാന്തമായൊരു സ്ഥലമാണ് കേട്ടോ. അത്രയും എനിക്കിഷ്ടമായി ഈ ഒരു അന്തരീക്ഷം. കടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അമ്മമ്മയ്ക്കും അമ്മച്ചനൊക്കെ ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും അമ്മമ്മയും അമ്മച്ചനും ഇല്ല എന്നത് ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമം വരും കേട്ടോ.